റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖബറിൽ ശിക്ഷയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കഴുതപ്പുറത്ത് ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട അവരുടെ പ്രദേശത്ത് പോയപ്പോ കഴുത റസൂലുള്ള താഴേക്ക് വീണുമാറി വല്ലാതെ കുരച്ചു ചാടാൻ തുടങ്ങി, വല്ലാതെ ചാടിക്കളിക്കാനും ചരിയാനും തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തിനോട്, ഇവിടെ ഖബറുകളുണ്ടോ? ഇവിടെ ഖബറുകളുണ്ടോ? അവർ പറഞ്ഞു, അതെ, 5 or 6 ഖബറുകൾ ഇവിടെയുണ്ട്. അവരെങ്ങനെയാണ് മരിച്ചുപോയത്? അവർ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് മരിച്ചുപോയത്, അള്ളാഹുവിനെ അനുസരിക്കാത്ത അവസ്ഥയിലാണ് മരിച്ചുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖബറിൽ വെച്ച് അവർ ശിക്ഷിക്കപ്പെടുന്നു, ഈ ഖബറിൽ വെച്ച് അവർ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പരസ്പരം മറമാടുന്നില്ല എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചേനെ, ഖബറാളികൾ അനുഭവിക്കുന്ന ശിക്ഷയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത് പോലെ നിങ്ങൾക്കും കേൾപ്പിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവാചകൻ ഇത് കേട്ടിരുന്നു. ഖബറിന്റെ പുറത്തുകൂടെ പ്രവാചകൻ നടന്നു പോകുമ്പോൾ അതിന്റെ അകത്ത് നിന്ന് ശിക്ഷയാണോ രക്ഷയാണോ അനുഭവിക്കുന്നത് എന്ന് കേൾക്കാനുള്ള ആ കഴിവ് റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. മൃഗങ്ങൾക്കും കേൾക്കാൻ കഴിയും, മനുഷ്യനും ജിന്നും ഒഴികെയുള്ള ബാക്കി ജീവജാലങ്ങൾക്കെല്ലാം ആ ഖബറാളിയുടെ വിലാപമാർന്ന അയാളുടെ സംസാരങ്ങളും അയാളുടെ ദീനരോധനങ്ങളും എല്ലാം കേൾക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖബറാളിയുടെ വേദനകൾ കേൾക്കാൻ കഴിയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഭീകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിന്റെ അവസാനത്തിലും നമ്മൾ കാവൽ തേടുന്ന വിഷയമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഒന്നാമത്തേതാണത്, ഒന്നാമതായി കാവൽ തേടാൻ പഠിപ്പിച്ചതാണ്. അന്ന് ആ ബനു നജ്ജാർ ഗോത്രത്തിന്റെ പ്രദേശത്ത് വെച്ച് തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. അവരോട് റസൂൽ പറഞ്ഞു, അല്ലാഹുവിനോട് അദാബിൽ ഖബറിനെ കുറിച്ച് നിങ്ങൾ കാവൽ തേടണം. നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, അല്ലാഹുവിനോട് ഖബറിന്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങൾ ഇതാ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞു എന്നാണ് സഹാബികൾ. ഭയാനകമായ ശിക്ഷ ഖബറിൽ കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ചെറിയ വിഷയമൊന്നല്ലത്. സുബ്ഹാനല്ലാഹ്, ഖബറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ടേ നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മൾ കണ്ടിട്ടില്ലേ, ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചില ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങളൊക്കെ തൽഖീൻ ഓതി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അത് എത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ്. ആരെയാണ് നമ്മൾ പറ്റിക്കാൻ നോക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അറബി ഭാഷയിൽ അഗ്രഗണ്യരായ നിപുണരായ മനുഷ്യന്മാർ അവർ ഈ ഖബറിൽ കിടക്കുന്നതായാലും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് മാത്രം അവർക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. എന്നാൽ അറബി എഴുതാനോ വായിക്കാനോ അറിയാത്ത പാമരനായ പടുജാഹിലായ മനുഷ്യനാണ് ഖബറിൽ കിടക്കുന്നതെങ്കിൽ അത് നഫ്സു ത്വയ്യിബാണെങ്കിൽ അവിടെയുള്ള സുആലുകൾക്ക് മറുപടി പറയാൻ അയാൾക്ക് കഴിയും, ഒരു കുഴപ്പമില്ലാതെ മറുപടി പറയാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 2 മലക്കുകൾ ആ ഖബറിലേക്ക് ഇറങ്ങി വരും. ആ ഖബറിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത, പറഞ്ഞു കൊടുത്ത, കൽപ്പിച്ചു കൊടുത്ത ചില ചോദ്യങ്ങൾ. എല്ലാ മനുഷ്യരും ആ ചോദ്യങ്ങൾ അനുഭവിച്ചേ കേട്ടേ പറ്റുള്ളൂ. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മാ ദീനുക, ഏതാണ് നിന്റെ ദീൻ? റസൂലുള്ളാഹിനെ കാണിച്ചിട്ട് ആരാണിത്? ഇതൊക്കെ പറയുമ്പോ ആ നഫ്സു ത്വയ്യിബാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ. ഈ ദുനിയാവിൽ ഏതൊരു കലിമത്തിന് വേണ്ടിയാണോ അവർ ഉറച്ചു നിന്നത്, ഈ ദുനിയാവിൽ ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ അടിപതറാതെ അവർ ഉറച്ചു നിന്നത്, അതേ ആദർശത്തിൽ ഖബറിൽ വെച്ചും മാശറയിലും അല്ലാഹു അവർ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ് ഫാത്തിറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച അല്ലാഹു ആണ് എന്റെ റബ്ബ്. അവനെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ വിളിച്ചിട്ടുള്ളൂ, അവനോട് മാത്രമേ ഞാൻ എന്റെ സങ്കടങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, അവനോട് മാത്രമേ ഞാൻ എന്റെ വേവലാദികളും പരിഭവങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളൂ എന്ന് ആ നഫ്സു ത്വയ്യിബ് അവിടെ വെച്ച് മറുപടി പറയുകയാണ്. രണ്ടാമത്തെ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. ഓരോ ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം പതറാതെ, പേടിക്കാതെ, ഭയപ്പെടാതെ ആ മലക്കുകളുടെ മുന്നിൽ ഈ മനുഷ്യൻ മറുപടി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മലക്കുകളുടെ മുന്നിൽ സംസാരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ രൂപത്തെക്കുറിച്ച് സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഭീമാകാര രൂപികളായ, ഇടിമുഴക്കം പോലെ സംസാരിക്കുന്ന, നീലക്കണ്ണുകളോടെ രോഷത്തോടെ മാത്രം പെരുമാറുന്ന, ഒരു തരത്തിലുള്ള ലീനായ വാക്കുകൾ പോലും പറയാതെ കാരുണ്യമില്ലാത്ത മലക്കുകളാണ് ഖബറിലേക്ക് ചോദ്യം ചെയ്യാൻ വരുന്ന
2 മലക്കുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ ഈ മനുഷ്യനതാ ഓരോ ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയുന്നു. അവസാനത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾ വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുമെന്നാണ്. ആ ചോദ്യം വീണ്ടും കൂടുതൽ പരുഷമായ സ്വരത്തിൽ, കൂടുതൽ പേടിപ്പിക്കുന്ന രൂപത്തിൽ, കൂടുതൽ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ രണ്ടാമതും ആ ചോദ്യം ആവർത്തിക്കുമെന്നാണ്. എന്നാൽ നഫ്സു തയ്യിബായ മനുഷ്യൻ, അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ എടുത്തുകൊടുത്ത സമാധാനത്തിന്റെ തുമഅനീനത്തിന്റെ അകമ്പടിയോടെ അയാളതാ ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ വ്യക്തമായ മറുപടി പറയുകയാണ്. ആ മറുപടി മുഴുവനും കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ മറുപടി മുഴുവനും കൊടുത്തു കഴിഞ്ഞാൽ മലക്കുകൾ അതാ ഈ മനുഷ്യനോട് പറയുകയാണ്, നീ നിന്റെ ഇടതുഭാഗത്തേക്കൊന്ന് നോക്കണേ, നീ നിന്റെ ഇടതുഭാഗത്തേക്കൊന്ന് നോക്കണേ. ഈ മനുഷ്യൻ തന്റെ ഇടതുഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അതാ ഭയാനകമായ നരകത്തിലേക്കുള്ള ഒരു വാതിൽ ഈ മനുഷ്യന്റെ മുന്നിലേക്ക് തുറന്നു കൊടുക്കപ്പെടുകയാണ്. ആ നരകത്തിന്റെ ഭീമാകാരമായ ഭയചകിതമായ ആ നരകത്തിലെ ശിക്ഷകൾ മുഴുവൻ ഈ മനുഷ്യൻ അതാ കണ്ണുകൊണ്ട് നോക്കിക്കാണുകയാണ്. അവിടെയുള്ള ദീനരോധനങ്ങൾ ഈ മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കിക്കാണുകയാണ്. ഭയവിഹ്വലനായി നിൽക്കുന്ന ഈ മനുഷ്യനോട് ആ മലക്കുകൾ പറയുകയാണ്, ലാ തഖഫ്, നീ പേടിക്കേണ്ടതില്ല, നീ ഭയപ്പെടേണ്ടതില്ല. നിനക്ക് വേണ്ടി ആ നരകത്തിൽ അല്ലാഹു ഒരു ഇരിപ്പിടം സംവിധാനിച്ചിരുന്നു. പക്ഷേ നീ നിന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ കൊണ്ട് ആ ഇരിപ്പിടത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. ആ ഇരിപ്പിടത്തിൽ നിന്ന് അല്ലാഹു നിനക്ക് മോചനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നീ നിന്റെ വലതു ഭാഗത്തേക്കൊന്ന് നോക്കണേ. അതാ മനുഷ്യൻ തന്റെ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ അവന് വേണ്ടി പടച്ചറബ്ബത സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ സ്വർഗത്തിൽ അയാളുടെ ഇരിപ്പിടം അയാൾ കാണുകയാണ്. ആ സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച ആ വലിയ മണിമാളികകളും അരുവികളും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളുമെല്ലാം ആ മനുഷ്യൻ ആ വാതിലിലൂടെ കാണുകയാണ്. അങ്ങനെ അത് കണ്ടാസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്കുകൾ ഈ മനുഷ്യനോട് പറയുന്ന, പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ എല്ലാ സംവിധാനങ്ങളോടും കൂടി, എല്ലാ സന്തോഷങ്ങളോടും കൂടി ഇസ്രാഫീലിന്റെ രണ്ടാമത്തെ ഊറ്റുവരെ നീ ഈ ഖബറിൽ ഉറങ്ങിക്കൊള്ളുക എന്ന് ഈ മനുഷ്യനോട് മലക്കുകൾ അതാ പറയുകയാണ്. ആ മനുഷ്യൻ ഉറങ്ങുന്നു എന്നാൽ എല്ലാ വൈകുന്നേരങ്ങളിലും എല്ലാ പ്രഭാതങ്ങളിലും അല്ലാഹു ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ആ മനുഷ്യന് സ്വർഗത്തിൽ നൽകിയ ഇരിപ്പിടം കാണിച്ചു കൊടുക്കാൻ, ആ മനുഷ്യന് സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ കാണിച്ചു കൊടുക്കാൻ. ആ അനുഗ്രഹങ്ങൾ കാണിക്കുമ്പോൾ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ അഖിമിസ്സാ, അല്ലാഹുമ്മ അഖിമിസ്സാ, അല്ലാഹുവേ ഒന്ന് ഖിയാമത്ത് നാളാക്കണേ റബ്ബേ. എത്രയും പെട്ടെന്ന് എന്റെ അഹ്ലിന്റെ അടുത്തേക്ക് എനിക്ക് എത്താൻ, എത്രയും പെട്ടെന്ന് നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് എനിക്കൊന്ന് എത്തിച്ചേരാൻ റബ്ബേ, എത്രയും പെട്ടെന്ന് ഖിയാമത്ത് നാളാക്കണേ എന്ന് ആ മനുഷ്യൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. മലക്കുകൾ ഖബറിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഖബറിലേക്ക് ഒരു ആഗതൻ വരുമെന്നാണ്. ആ ആഗതന്റെ ആകാരത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു തരുന്നു. സുന്ദരനായ മനുഷ്യനാണ്, മാന്യനായ മനുഷ്യനാണ്. കണ്ടാൽ തറവാടിത്തം തോന്നിക്കുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന രൂപത്തിലുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഖബറിലേക്ക് വരുമ്പോ ഈ ഖബറാളി ചോദിക്കുകയാണ്, ആരാണ് നീ, ആരാണ് നീ? ആ സമയത്ത് ഈ ആഗതൻ പറയുകയാണ്, അന അഅമാലുക സ്വാലിഹാത്ത്, അന സ്വലാത്തുക, അന തിലാവതുക, അന അൽകാറുക. ഞാൻ നിന്റെ സാലിഹായ സൽക്കർമ്മങ്ങളാണ്, നിന്റെ സൽക്കർമ്മങ്ങളാണ്, നിന്റെ ദുആയാണ്, നിന്റെ നമസ്കാരമാണ്, നിന്റെ അൽകാറുകളാണ്. നീ ഉറങ്ങിക്കൊള്ളുക, നിന്റെ ചാര ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ആ മനുഷ്യൻ മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ആ ഖബറാളി ശാന്തമായി ഉറങ്ങുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പരിഹാസങ്ങൾ കേൾക്കാനില്ല, അവിടെ നിന്ന് അങ്ങോട്ട് ബാധ്യതകൾ ഏറ്റെടുക്കാനില്ല, അവിടെ നിന്ന് അങ്ങോട്ട് ഉത്തരവാദിത്തങ്ങളുടെ ഭാരമില്ല. ഖിയാമത്ത് നാളിൽ ലഭിക്കാനിരിക്കുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് ആ മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ ഇസ്രാഫീലിന്റെ രണ്ടാമത്തെ ഊറ്റുവരെ ഖബറിൽ കിടന്ന് ഉറങ്ങുമെന്നാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നഫ്സുൽ ഖബീഥിന്റെ അവസ്ഥ എന്താണ്? ആ ഖബറിന്റെ ഇടുക്കത്തിൽ കിടന്നുകൊണ്ട് അയാളെ ഞെരിപിരി കൊള്ളുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വരുമെന്നാണ് മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം. എന്നിട്ടവർ ഈ നഫ്സു തയ്യിബിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ ഈ മനുഷ്യനോടും ചോദിക്കുകയാണ്. ഈ മനുഷ്യന്റെ മറുപടി എന്താണ്? 5 വഖ്ത് നമസ്കരിച്ചവനായിരുന്നു, നോമ്പെടുത്തവനായിരുന്നു, ക്ലാസ്സിന് വന്നവനായിരുന്നു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിഫാഖ് കാത്തു സൂക്ഷിച്ചവനാണ്, അറബി വായിക്കാൻ അറിയുന്നവനാണ്, മദ്രസയിൽ പോയവനാണ്, നമസ്കാരത്തിന്റെ എല്ലാ ദിക്റുകളുടെയും അർത്ഥമടക്കം അറിയുന്നവനാണ്, ഖുർആനിന്റെ അർത്ഥമടക്കം പാരായണം ചെയ്യുന്നവനാണ്. പക്ഷേ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിഫാഖ് ഉണ്ട്, അവൻ മുനാഫിഖാണ്. അവന്റെ ഹൃദയത്തിലേക്ക്
ഈമാൻ കിടന്നിട്ടില്ല. ആ മനുഷ്യൻ ഖബറിൽ കിടന്ന് ചോദ്യം ചോദിക്കപ്പെടുമ്പോ അയാളുടെ മറുപടി എന്താണ്? എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊന്നും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച മലക്കുകൾ തങ്ങളുടെ കയ്യിലുള്ള ഗദ കൊണ്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് അടിക്കുമെന്നാണ്. അടിയുടെ ആഘാതത്തിൽ ആ ഖബർ മുഴുവൻ തീപ്പൊരി കൊണ്ട് നിറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ ഉച്ചത്തിൽ നിലവിളിക്കുമെന്നാണ്, ഉച്ചത്തിൽ കരയുമെന്നാണ്. ഈ കരച്ചിലിനെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, മനുഷ്യരും ജിന്നുകളും ഒഴികെ ആ ഖബറാളിയുടെ വേദന, ആ ഖബറാളിയുടെ വിരഹ ദുഃഖം, ആ ഖബറാളിയുടെ വിലാപം ഈ ഭൂമിക്ക് പുറത്തുള്ള എല്ലാ ജീവജാലങ്ങളും കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. രണ്ടാമത്തെ തവണ ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അവസാനം ആ മനുഷ്യനോട് മലക്കുകൾ പറയുകയാണ്, നീ നിന്റെ വലതുഭാഗത്തേക്കൊന്ന് നോക്കിക്കോ, ചില കാഴ്ചകൾ കാണാനുണ്ട്. വലതുഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കാണിക്കപ്പെടുന്നു. ആ സ്വർഗത്തിന്റെ അകത്ത് നിന്ന് അടിച്ചു വീശുന്ന കുളിർക്കാറ്റുകൾ, ആ സ്വർഗത്തിന്റെ സുഖീയാനുഗ്രഹങ്ങൾ മുഴുവനും കണ്ട് ആ മനുഷ്യൻ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മലക്കുകൾ അയാളോട് പറയുകയാണ്, ഈ സുഖാനുഗ്രഹത്തിന്റെ പറുദീസയായ സ്വർഗത്തിനകത്ത് നിനക്കൊരു ഭവനം അല്ലാഹു മാറ്റിവെച്ചിരുന്നു, നിനക്കൊരു വിരിപ്പിടം അല്ലാഹു മാറ്റിവെച്ചിരുന്നു. പക്ഷേ നീ നിന്റെ ജീവിതത്തിന്റെ ഹീനമായ കർമ്മങ്ങൾ കൊണ്ട് നീ അത് നശിപ്പിച്ചു കളഞ്ഞു. ഇനി നിനക്കൊരിക്കലും അത് പ്രാപിക്കാൻ കഴിയില്ല, ഇനി നിനക്കൊരിക്കലും അത് നേടിയെടുക്കാൻ കഴിയില്ല. നിനക്ക് പോകാനുള്ള സ്ഥലം നിനക്ക് കാണണമെങ്കിൽ നീ നിന്റെ നിന്റെ ഇടതുഭാഗത്തേക്കൊന്ന് നോക്കണേ. അങ്ങനെ ആ മനുഷ്യൻ തന്റെ ഇടതുഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലേക്ക് അതാ നരകത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കപ്പെടുകയാണ്. ആ വാതിലിലൂടെ ആ മനുഷ്യൻ നരകത്തിന്റെ ഭയാനകമായ കാഴ്ചകൾ കാണുകയാണ്. അവിടെ വെച്ച് അയാൾ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവേ, ഈ ഖബറിലെ ഗദയുടെ അടി ഞാൻ ഏറ്റുകൊള്ളാം, ഈ ഖബറിന്റെ ഇടുക്കം എനിക്ക് പ്രശ്നമല്ല. ഈ ഖബറിലേക്ക് എന്നെ തേടി വന്ന ഒരു ഭയാനകമായ പാമ്പിനെ കുറിച്ച് റസൂൽ പറയുന്നുണ്ട്. ആ പാമ്പിന്റെ സാന്നിധ്യം എനിക്ക് പ്രശ്നമല്ല. ഈ ഖബറിലുള്ള എല്ലാ ശിക്ഷകളും ഞാൻ അനുഭവിച്ചോളാം റബ്ബേ. ആ നരകത്തിലേക്ക് എന്നെ കൊണ്ടുപോകല്ല റബ്ബേ. അല്ലാഹുമ്മ ലാ തഖ്മിസാ, അല്ലാഹുമ്മ ലാ തഖ്മിസാ. അല്ലാഹുവേ, അന്ത്യനാൾ നീ എടുത്തൊന്നും ആക്കരുതേ റബ്ബേ. ഇസ്രാഫീലിനെ കൊണ്ട് പെട്ടെന്നൊന്നും നീ സൂറിലൂതരുതേ റബ്ബേ. ഈ 6 അടി മണ്ണിൽ കിടന്നിട്ട് ഞാൻ എത്ര നാൾ വേണമെങ്കിലും അനുഭവിച്ചോളാം. പക്ഷെ ഭയാനകമായ ആ നരകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് റബ്ബേ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ആ മലക്കുകൾ ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് പോകുന്നതാണ്. ആ ഖബറിലേക്ക് അതാ ഒരു മനുഷ്യൻ വരുന്നു, ഒരു മനുഷ്യ രൂപത്തിലുള്ള പിശാച് വരുന്നു. അതിന്റെ രൂപത്തെക്കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാം. ദുർഗന്ധം വമിപ്പിക്കുന്ന, കണ്ടാൽ പേടി തോന്നുന്ന, പിശാചിന്റെ മുഖമുള്ള, കണ്ടാൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു രൂപം ആ മനുഷ്യന്റെ ഖബറിലേക്ക് വരുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യൻ പേടിച്ചുകൊണ്ട് അറപ്പോടെ വെറുപ്പോടെ ആ വന്ന രൂപത്തോട് സംസാരിക്കും, ആരാണ് നീ? എന്തിനാണ് നീ എന്റെ ഖബറിലേക്ക് വന്നത്? എന്തിനാണ് നീ ഇങ്ങോട്ട് കടന്നു വന്നത്? ഈ വന്ന രൂപം അവനോട് സംസാരിക്കുകയാണ്, ഞാൻ മറ്റാരുമല്ല, ഞാൻ നിന്റെ സ്വന്തക്കാരനാണ്. നിന്റെ നുണകളാണ്, നിന്റെ വഞ്ചനയാണ്, നിന്റെ നിഫാഖാണ്, നിന്റെ ശിർക്കുകളാണ്, നിന്റെ ബിദ്അത്തുകളാണ്, നിന്റെ തർക്കുസ്സലാത്താണ്, നിന്റെ അല്ലാഹുവിനോടുള്ള അവഗണനയാണ്, നിന്റെ വ്യഭിചാരമാണ്, നിന്റെ കണ്ണിന്റെ വ്യഭിചാരമാണ്. എന്നാ ഈ രൂപം അയാളോട് മറുപടി പറയുമെന്നാണ്. ഖിയാമത്ത് നാൾ വരെ ആ മനുഷ്യൻ ഖബറിൽ കിടന്നിട്ട് ഈ ഭയാനകമായ അനുഭവങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറാളികൾ അനുഭവിക്കുന്ന വേറെയും ഒരുപാട് ശിക്ഷകളെ കുറിച്ച് നമുക്ക് ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭീകരമാണ് ഖബറിലെ ശിക്ഷ, പ്രിയപ്പെട്ടവരെ, ഭീകരമാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു താടിരോമങ്ങൾ നരന്നു കുതിർമാർ കരഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ശിക്ഷയെ കുറിച്ച് കാവൽ തേടണം എന്ന് പഠിപ്പിച്ചു കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭയാനകമായ ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.